രാമപ്രതിഷ്ഠയിലൂടെ മാത്രമല്ല, രാമനെ നയിച്ചവർ, രാമനെ വെളിച്ചം പകർന്നവർ, രാമനിലൂടെ വെളിച്ചം നേടിയവരൊക്കെ അവിടെ പലവിധ രൂപങ്ങളാൽ ഇനി ആലേഖനം ചെയ്യപ്പെടും. അതിനുള്ള കാത്തിരിപ്പാണ്. 2025 ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായ തോതിൽ പൂർത്തിയാകും എന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 60% രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതിമനോഹരമായ ക്ഷേത്രം ആണ് ഉയരുന്നത്. നഗരാശൈലിയിൽ ഉയരുന്ന ക്ഷേത്രം, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നടക്കം മരപ്പണിക്കാർ അതിൻ്റെ ഭാഗമാകുന്നു. കർണാടകയിൽ നിന്ന് ശില്പം എത്തുന്നു. രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തിനായി എത്തി. രജനീകാന്തിനെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ചിരഞ്ജീവി, അനുപം ഖേർ അടക്കമുള്ള, റാം ചരൺ അടക്കമുള്ളവരൊക്കെ സിനിമാ രംഗത്തു നിന്നുള്ള പ്രമുഖർ, മറ്റെല്ലാ മേഖലയിൽ നിന്നും ഇന്നലെ ശ്രീമതി PT ഉഷ അവിടെ എത്തി നമ്മളോട് പ്രതികരണം അറിയിച്ചിരുന്നു. അങ്ങനെ പലവിധ രംഗങ്ങളിലുള്ള പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയവരുടെ നീണ്ട നിര നമുക്കവിടെ കാണാൻ കഴിയും. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് കൂടി പ്രവേശനം അനുവദിക്കും. വലിയ തിരക്ക് കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു കൃത്യമായി ഇത്ര ക്ഷണം കിട്ടുന്നവർ മാത്രം എത്തിച്ചേരുക എന്നൊരു തീരുമാനമെടുത്തത്. കാരണം തിരക്ക് നിയന്ത്രിക്കുക, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുക, അത് അനിയന്ത്രിതമായി കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയത്. നാളെ മുതൽ എല്ലാവർക്കും അവിടെ എത്താം. പ്രതിദിനം 1.5 ലക്ഷം പേരെങ്കിലും ദർശനത്തിനെത്തുന്ന ഒരു ക്ഷേത്രമായി അയോധ്യ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അയോധ്യാവാസികളുടെ ജീവിത നിലവാരം കൂടി വലിയ തോതിൽ മെച്ചപ്പെടുന്നു. സമീപ പ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് അയോധ്യയിലേക്ക് തന്നെ എത്താം. ബാലഗോപാലും അനൂപ്ദാസും തുടരുന്നുണ്ട്. നേരത്തെ ബാലുവിന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്ന. ബാലു, 11:10 ആകുന്നു സമയം. 1 മണിക്കൂർ 23 മിനിറ്റാണ് ഇനി പ്രാണപ്രതിഷ്ഠയ്ക്ക് അവശേഷിക്കുന്നത്. ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ ക്ഷേത്ര സന്നിധിയിൽ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിന് മുമ്പ് അയോധ്യയിലെ വിമാനത്താവളത്തിൽ, അതായത് അയോധ്യയിൽ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഏതാനും നിമിഷങ്ങൾക്കകം അയോധ്യ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഹെലിപ്പാഡിൽ ഇറങ്ങുന്നതായിരിക്കും. തുടർന്ന് പ്രധാനമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതായിരിക്കും. അതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് ഔപചാരികമായ തുടക്കം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ മംഗളധ്വനിയാണ് നടക്കുന്നത്. മംഗളധ്വനിയും യഥാർത്ഥത്തിൽ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ചടങ്ങാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് 25 സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കൊണ്ടുവന്ന പ്രാചീന വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംഗീത അർച്ചനയാണ് മംഗളധ്വനി. 2 മണിക്കൂറോളം ഈ മംഗളധ്വനി നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. വിഗ്രഹത്തിന് ചൈതന്യം നൽകിക്കൊണ്ട് ജീവൻ നൽകുന്ന പ്രക്രിയയാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 84 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം മുഹൂർത്തം 84 സെക്കൻഡാണുള്ളത്. 121 ആചാര്യന്മാരാണ് ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. 12 മണി 29 മിനിറ്റ് 8 സെക്കൻഡ് തൊട്ട് മുഹൂർത്തം ആരംഭിക്കുന്നതായിരിക്കും. അതുമുതൽ 84 സെക്കൻഡിനുള്ളിൽ ഈ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തീകരിക്കേണ്ടതായുണ്ട്. പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വിഗ്രഹത്തിൻ്റെ മുഖത്ത് അതായത് നിലവിൽ കണ്ണുകൾ തുണി കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ തുണി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീക്കുന്നതായിരിക്കും. അതിനും ഒരു പ്രത്യേകതയുണ്ട്. പ്രധാനമന്ത്രി വിഗ്രഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഈ വിഗ്രഹത്തിൻ്റെ ഈ കണ്ണിൽ കെട്ടിയിരിക്കുന്ന തുണി നീക്കുക. തുടർന്ന് ഈ സ്വർണ്ണ സൂചി കൊണ്ട് കണ്ണെഴുതുന്ന എന്നതാണ് അടുത്ത ചടങ്ങ്. അതിനുശേഷം വിഗ്രഹത്തിന് സ്വന്തം മുഖം കാണുന്നതിനായി ഒരു കണ്ണാടി വയ്ക്കുന്നതായിരിക്കും. ആ കണ്ണാടിയിലാണ് വിഗ്രഹം ആദ്യമായി പുറം ലോകത്ത് ഈ കണ്ണ് മിഴി തുറന്നതിന് ശേഷം സ്വന്തം മുഖമാണ് ആദ്യം വിഗ്രഹം കാണുന്നത്. ഇതിനു ശേഷം അതായത് ആ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മഹാ ആരതി ക്ഷേത്രത്തിൽ നടക്കുന്നതായിരിക്കും. ഈ വിഗ്രഹം മിഴി തുറന്നതിന് ശേഷമുള്ള ആദ്യ ആരതി എന്ന പ്രത്യേകത കൂടി ആ ആരതിക്കുണ്ട്. ആ ആരതിയോടുകൂടിയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി ഇവിടെ ഈ പൊതുജനങ്ങൾക്ക്, അതായത് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള വേദിയിൽ സംസാരിക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രി ഏതാണ്ട് 3/4 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടു നിൽക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രസംഗത്തിന് അതായത് ഈ പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി ഈ ക്ഷേത്രം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ 3.5 മണിക്കൂറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്ര സന്നിധി അല്ലെങ്കിൽ ക്ഷേത്ര വളപ്പിൽ ഉണ്ടാകുക. ഈ ക്ഷേത്രത്തിലെ രാമക്ഷേത്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി നേരെ പോകുന്നത് അയോധ്യയിലെ തന്നെ ഒരു പ്രാചീന ശിവക്ഷേത്രങ്ങളിലൊന്നായ അനൂപ് കൂടി നമ്മളോട് ആ വിവരങ്ങൾ പങ്കുവയ്ക്കും. അനൂപും അയോധ്യയിൽ തുടരുകയാണ്. അനൂപെ,
ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ടാകണം. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും. വലിയ തിരക്ക്. ക്ഷേത്രം പുഷ്പാലങ്കൃതമായി ഇങ്ങനെ കാത്തിരിക്കുന്നു ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി. 1.5 മണിക്കൂർ ഇല്ല ഇനി ഈ ആ ചടങ്ങിന്. പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം 3 മണിക്കൂറോളം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ബാലഗോപാൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷമുള്ള പരിപാടികൾ എങ്ങനെയാണ്, അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, എത്ര സമയം പ്രധാനമന്ത്രി സംസാരിക്കാനിടയുണ്ട്? ദിവിഷ്, പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ 12:05 മുതൽ 12:55 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച അറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. അതിനുശേഷം 1 മണിയോടുകൂടി അദ്ദേഹം പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ അയോധ്യയിലാണ് പൊതുസമ്മേളന വേദി. അവിടെ 1 മണിക്കൂർ നേരം പ്രധാനമന്ത്രി ചിലവഴിക്കും. 1 മണിക്കൂർ സമയമാണ് ഈ പൊതുവേദിയിൽ പ്രധാനമന്ത്രി ചിലവഴിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12:05 മുതൽ 12:55 വരെ ഹിന്ദു മത ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിട്ടുള്ള ചടങ്ങുകളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക എങ്കിൽ 1 മണി മുതൽ 2 മണി വരെയുള്ളത് പൊതുസമ്മേളനമാണ്. അത് ഒരുപക്ഷെ ഈ ആചാരങ്ങളും വിശ്വാസങ്ങളെ കുറിച്ചെല്ലാം പ്രധാനമന്ത്രി പറയുമായിരിക്കും. രണ്ടാമത്തത് രാഷ്ട്രീയം, അതും പ്രധാനമന്ത്രി പറയുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം BJP സംഘടിപ്പിക്കുന്ന ഒരു ഷോയാണ്, നടക്കുന്നത് മോഡി ഷോയാണ് എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല 90കളുടെ അവസാനം 80കളുടെ അവസാനം 90കളുടെ ആദ്യമൊക്കെ BJP ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നു രാമജന്മഭൂമി പ്രശ്നം, രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്താകമാനം നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചെല്ലാം ധാരണയുള്ളവരാണ് രാജ്യത്തെ ജനങ്ങൾ. ഇപ്പോൾ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയത് സംബന്ധിച്ചുള്ള വിശദമായൊരു പ്രസംഗം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. അനൂപ് ദാസാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി തീർച്ചയായും അനൂപ് സൂചിപ്പിച്ചതുപോലെ അനൂപേ, ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം എന്നത് BJPയുടെ പ്രകടന പത്രികയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ അവിടെ തടഞ്ഞു, അസമിൽ തടഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. രാഹുൽ പറഞ്ഞത് ഇന്ന് ഒരാൾക്ക് മാത്രമേ ക്ഷേത്ര ദർശനത്തിന് സൗകര്യമുള്ളൂ എന്ന നിലയിൽ വിമർശനാത്മകമായ ഒരു സമീപനം കൂടിയുണ്ട്. ഇന്ന് മറ്റേതെങ്കിലും പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ അവിടെ വരുന്നുണ്ടോ? നിലവിൽ തന്നെ ഇല്ല എന്ന് പലരും അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ദിവിഷ്, പ്രതിപക്ഷത്ത് നിന്ന് ഒരാൾ പോലും അയോധ്യയിലേക്ക് എത്തുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രതിപക്ഷം 28 പാർട്ടികൾ ഇന്ത്യ സഖ്യമായി ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കുറേയേറെ ചടങ്ങുകൾ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ്. മറ്റൊരു പാർട്ടിയും, ലാലു പ്രസാദ് യാദവ് വളരെ ശക്തമായ നിലപാട് BJPയുടെ രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ നേതാവാണ്. അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നത് മാത്രമാണ്. ശരത് പവാർ പറഞ്ഞത്, ഞാൻ ആ പരിപാടി നടക്കുന്ന ദിവസം പോകില്ല, പക്ഷെ അതിനുശേഷം പോകുമെന്നാണ്. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്, ഞാൻ കുടുംബത്തോടൊപ്പം പോകും, പക്ഷേ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പോകില്ല എന്നാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഹനുമാൻ ക്ഷേത്രങ്ങളിലും ഒപ്പം തന്നെ രാമക്ഷേത്രങ്ങളിലും പരിപാടിയാണ്. മന്ത്രിമാരെല്ലാം നേതൃത്വം നൽകുന്ന പരിപാടികളാണ്. ഇവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് ബംഗാളിൽ അവിടെ മമതാ ബാനർജി കാളിഘട്ട് സന്ദർശിക്കും. ഒപ്പം കാളിഘട്ട് സന്ദർശിക്കുന്നതിനൊപ്പം തന്നെ മമതാ ബാനർജി ഒരു സമൂഹത്തിലെ പങ്കെടുക്കുമ്പോഴും BJPയുടെ ഒരു പരിപാടിയായി മാറ്റുന്നു എന്നതിന്റെ പേരിലാണ് പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നത്. ശേഷം തുടർന്ന് ക്ഷേത്ര ദർശനത്തിനെത്തുമെന്ന് പല നേതാക്കളും ഇതിനോടകം അറിയിക്കുകയും ചെയ്തതാണ്. അനൂപ് ദാസ്, B ബാലഗോപാലുമാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.